ആ ചേച്ചി വന്നോ? ചായ വേണോ? ശരി ചേച്ചി. എടുത്തോ എടാ, നീ എന്റെ പൈസ ഉണ്ടായിരുന്നോ? ഏത് പൈസയോ? റൂമിലിരുന്നേ. എത്ര? 500. ആ മാഡം, ഞാനത് എടുത്തായിരുന്നു. പിന്നെ നീ ഉറങ്ങായതുകൊണ്ട് പിന്നെ ഞാൻ വിളിക്കായിരുന്നു. എനിക്ക് ആവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്തതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് എടുക്കണ്ടേ? എന്തൊക്കെ ആവശ്യത്തിന് വെച്ച് പൈസ എന്നറിയോ? നീ ഇതൊന്നും പറയണ്ട. എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത പൈസ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു തന്നോണം. അതുപോലെ തന്നെ എന്നോട് ചോദിക്കാതെ 1 രൂപ പോലും എന്റെ ഇത് എടുത്തേക്കല്ലേ. കേട്ടല്ലോ? ഇല്ലടാ, ഞാനില്ല. എന്റെ കയ്യിലിരുന്ന പൈസ അവരെടുത്ത്. നിങ്ങൾ നോക്കൂ. ശരി. ചേട്ടാ, ചേട്ടനാണോ പൈസ? ഇതെവിടുന്ന്? അടിച്ചു വാരിപ്പ് കിട്ടിയോ? എവിടുന്ന്? മേശക്കടിയിൽ നിന്ന്. പൈസ കിട്ടിയായിരുന്നു. എവിടുന്ന്? ചേച്ചിയുടെ. നീ പിന്നെ എന്തിനാ എടുത്തു എന്നോട് കള്ളം പറഞ്ഞു? നീ വന്ന് എന്നോട് ക്യാഷ് എടുത്തോന്ന് ചോദിച്ചു. ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞാലും ഇത് നമ്മൾ തമ്മിലൊരു തർക്കമാവും. നിനക്ക് എന്നോടുള്ളൊരു വിശ്വാസം ഇല്ലാതുള്ള അതിനേക്കാളും ഭേദം എടുത്തെന്ന് പറയുകയാണെങ്കിൽ ആ പ്രശ്നം ഇവിടെ കൊണ്ടങ്ങ് തീരും. പിന്നെ ക്യാഷ് കിട്ടുമ്പോൾ തിരിച്ചു തരാം എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. അതായിരുന്നല്ലോ നല്ലത്. അല്ല, ശരിയാകത്തില്ല. ഇപ്പം തന്നെ നിനക്ക് കണ്ടില്ലേ, എല്ലാവരും ഇത്രയൊക്കെ ഉള്ളൂ. ചിലയിടത്ത് സത്യത്തെക്കാൾ മധുരിക്കുക കളവാണ്. ചിലയിടത്ത് തോറ്റുകൊടുക്കലാണ് വിജയത്തേക്കാൾ മഹത്വം. അത് പങ്കാളിയാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും തോറ്റുകൊടുക്കുമ്പോൾ വിജയിക്കുന്നത് ബന്ധങ്ങളാണ്.